കേട്ടോളി. നല്ല ആളുകളിൽ നിന്ന് ഇജാസത്ത് വാങ്ങിക്കോളി. നമ്മളിങ്ങനെ ചെല്ലിക്കോളി എന്ന് പറഞ്ഞത് ചെല്ലി നോക്കാം. നമ്മൾ ഈ സലാത്ത് ചൊല്ലിക്കോളി, ആ സലാം ചൊല്ലിക്കോളി എന്നൊക്കെ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. നിങ്ങളിപ്പോ അത് വല്ലാതെ ചെല്ലുകയാണെങ്കിൽ, ലൈസൻസ് ഇല്ലാതെ വല്ലാതെ വണ്ടി ഓടിച്ചാൽ ചിലപ്പോ പോലീസ് പിടിച്ചു. നമുക്ക് വലിയ ലൈസൻസ് ഒന്നുമില്ല ഇത് പറയാന്. അപ്പൊ നിങ്ങൾ കൂടുതൽ ചെല്ലൂല എന്നുള്ള നിലക്കാണ്. കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു കണക്കുണ്ട് കേട്ടോ. ലക്ഷങ്ങളൊക്കെ പോകുമ്പോഴാണ് ചിലപ്പോ ലൈസൻസിന്റെ ആവശ്യം വരിക. പോലാതെ ഞാന് പ്രത്യേക എണ്ണം പറയുന്നില്ല, സമയവും പറയുന്നില്ല. അങ്ങനെ ആകുമ്പോൾ അല്ലാതെ ലൈസൻസ് വേണ്ട. ലൈസൻസ് വേണ്ടത് പ്രത്യേക എണ്ണവും സമയവും പറഞ്ഞെന്നാല് അതിന് ലൈസൻസ് വേണം. ലൈസൻസ് ഇല്ലാത്തത് എന്റെയൊക്കെയുള്ള അധികവും അത് നിങ്ങൾ ഉണർത്തിയതാ. ഞാനെങ്കിലും വണ്ടി ഓടിച്ച് കണ്ട് ആക്സിഡന്റ് ഉണ്ടായി എന്നല്ലാണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. അതുകൊണ്ട് ലൈസൻസ് വേണ്ട കാര്യങ്ങൾക്കൊക്കെ ലൈസൻസ് ഉള്ള ആളുകളെയൊക്കെ ഒന്ന് വാങ്ങണം. എന്താണ് ഇവൻ ഈ പറയണത്? എന്താ അവന്റെ അസുഖം? ഓൻ പറയാണ് നല്ല ആളുകളിൽ നിന്ന് ഇജാസത്ത് വാങ്ങിക്കോളി സ്വലാത്ത് ചെല്ലാന്. ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം മുതൽ ലോകാവസാനം വരെയുള്ള ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചെല്ലാനുള്ള ഇജാസത്ത് തന്നാല് പിന്നെ എന്തിനോട് അന്റെ കത്തിട്ടൂല അതിന്റെ അടിയിൽ കൂടി? അതിനെക്കാട്ടി വലിയൊരു നല്ല ആളാ ഞങ്ങളെ കൂട്ടത്തില്. ഏത് ഇജാസത്താ ജി പറയണത്? എന്നിട്ട് ഓൻ പറയണേ ഞങ്ങളിങ്ങനെ പറയലുണ്ട് ആ സ്വലാത്ത് ചൊല്ലിക്കോളി, ഈ സ്വലാത്ത് ചൊല്ലിക്കോളി എന്ന് നമ്മളിങ്ങനെ പറയുന്നുണ്ട്. അത് ഓവറായിട്ട് ഇങ്ങനെ കണക്കില്ലാതെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റൂല. നിങ്ങൾ കുറച്ചേ ചെല്ലിയാൽ മതി. അങ്ങനെ ഓവറായിട്ട് നിങ്ങൾ സ്വന്തം തന്നെ ലക്ഷക്കണക്കിന് സ്വലാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇവിടെ തട്ടിമുട്ടി അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, നമ്മളതിന് ഉത്തരവാദിയല്ല. അങ്ങനെ ലക്ഷക്കണക്കിന് പരിധി വിട്ട സ്വലാത്ത് ചെല്ലണമെങ്കിൽ നിങ്ങൾ നമ്മളെടുത്ത് വരണം. നിങ്ങൾ പരിധി ചെല്ലിയാൽ പറ്റൂല. കാരണം നമ്മളെടുത്ത് വന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും തടയുള്ളൂ. നിങ്ങൾ പുരയിൽ ഇരുന്നിട്ട് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞാൽ മോലേരെ കുമ്പ കുറുക്കോ? ഇല്ലല്ലോ. മോലേരെ പള്ള ചാടണമെങ്കിൽ, മോലേരെ പുക്കളുടെ അടുത്ത് ചളിക്കുന്ന പുറത്തിയാണെങ്കിൽ, പള്ള അങ്ങോട്ട് വീർക്കണമെങ്കിൽ നിങ്ങൾ ലക്ഷക്കണക്കിന് സ്വലാത്ത് നമ്മളെ മുമ്പിൽ നിന്ന് ചെല്ലണം. അതിന് ലൈസൻസ് തരാൻ അധികാരമുള്ള ചില ആൾക്കാരുണ്ട്. ആരൊക്കെയാണ് ലൈസൻസ് തരാനുള്ള അധികാരമുള്ള ആൾക്കാർ? ഒന്നിപ്പം തന്നെ ആര് മുട്ടിപ്പടി സ്വലാത്ത് തങ്ങള് ഖലീൽ ബുഖാരി, ഇബ്രാഹിം ഖലീൽ ബുഖാരി അച്ചങ്ങായിയാണ് ഒരു ലൈസൻസ് കൊടുക്കുന്ന ആള്. അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കുറെ ആൾക്കാരൊക്കെ ലൈസൻസ് കൊടുക്കാൻ പറ്റിയ ആൾക്കാരുണ്ട്. അവിടെ വന്നോളി എന്നാണ് ബനി പറയണത്. ഏതത് സാധനം? ഇതും സക്കാഫിയാണ്. ഇതാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഏപ്പിക്കാരെ കൂട്ടത്തിലെ ആസ്ഥാന ജാഹില്. ഇപ്പം പറഞ്ഞ കൂട്ടി ജഹാലത്ത് കുറച്ചു കാലമായിട്ട് പറഞ്ഞു കൂട്ടി ജഹാലത്തിന് കയ്യും കണക്കുമില്ല. മുമ്പ് ആസ്ഥാന ജാഹില് മറ്റോനായിരുന്നു. ആര്? പകര ഹസനി. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഓന്റെ ഒച്ചും പുളിയും കേൾക്കാനില്ല. എന്താ സംഭവിച്ചത്? നമ്മൾ ബഹളം ഉണ്ടാക്കണേന് കാര്യണ്ട്. അതന്നെ കേസ്. ഓന് കറാമത്ത് പറഞ്ഞ് പൂതി കെട്ടിട്ട് നിർത്തിയതല്ല. കറാമത്ത് ഞാൻ പറയാനുള്ളിടത്തോളം പറഞ്ഞു, ഇനി പറയാനില്ല എന്ന് ആലോചിച്ചിട്ട് നിർത്തിയതല്ല. ശക്തമായ പ്രതിഷേധം വന്നതാണ്.